എന്നോട് ഇന്നലെ ഇങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോൾ ചേട്ടനോട് ചിലപ്പോൾ ഞാൻ പേഴ്സണലി പലതും പറയാം. ഐഫോണിൽ റെക്കോർഡ് ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും ചേട്ടനോട് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം കൊണ്ട് ചിലപ്പോൾ പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയാൻ ശരിയല്ല. വേണ്ട, ശരിയല്ല. ഞാൻ നിങ്ങളുടെ പക്ഷേ എങ്കിൽ പോലും കിരണിന് കുറച്ച് മറുപടി കിരണിന് ആ ഒരു ഇന്റർവ്യൂവിലൂടെ കൊടുക്കാൻ സാധിച്ചു പലർക്കും. ഇല്ലെന്ന് പറയാൻ പറ്റും. ഞാൻ ചേട്ടാ ഇപ്പം ഞാനൊരു മറുപടി അവർക്ക് കൊടുത്തതല്ല. ഇപ്പം എനിക്ക് പറയാനുള്ള ഇതൊക്കെ ആയിരിക്കും എന്ന് ആ കുട്ടിക്ക് ചിലപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവുമായിരിക്കാം. ഞാനത് ആർക്കും ഒരു മറുപടിയായിട്ട് പറഞ്ഞല്ല. നമ്മളൊരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ഇൻ്റർവ്യൂ എടുത്ത സമയത്തൊന്നും ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ അവസാനം വന്ന് നിർത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നില്ല. പറഞ്ഞു തുടങ്ങിയ കൂട്ടത്തിൽ വന്ന് പോയതാണ്. അറിയാം അത് പോയതാണ്. അതൊന്നും കുഴപ്പമില്ല. ഡസൻ മാറ്റം. നമുക്കിനി ഇങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ഒരാളെ ഒന്നും അറിയാതെ ഫെയിൽ ചെയ്യാതെ ഒന്നും ഇരിക്കുക ഇവിടെ. അനൂപിന് അറിയാം. അനൂപ് ഒരു ആങ്കറിങ്ങിലൂടെ വന്ന ആളാണ്. അല്ല, അത് കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആങ്കറിങ്ങിലൂടെ അല്ല വന്നേ, ഞാൻ ആക്ടിങ്ങേ വന്നിട്ട് ശേഷമാണ് ആങ്കറിൽ പോയത്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നു. അല്ല, ആക്ടറായിട്ട് വിളിച്ചു ചോദിച്ചാൽ അത് മാറി ആർട്ടിസ്റ്റ് ആണെന്ന് വിളിച്ചു ചോദിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആങ്കറായിട്ട് പോയത്. പിന്നെ അതിനുശേഷമാണ് ആങ്കറായിട്ട് പോയത്. അപ്പൊ ഈ ഇതിനിടയ്ക്ക് എപ്പോഴാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ സമയം കിട്ടുന്നത്? റിപ്ലൈ കൊടുക്കാൻ നമുക്ക് അതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഡ്രൈവ് ചെയ്യുന്ന സമയത്തല്ല, സോറി, കാറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട്. ആക്ച്വലി പുള്ളി ഭയങ്കര ബുദ്ധിമാനാണ്. പുള്ളിയുടെ കൈ കിടക്കുന്ന വാച്ച് ബ്ലൂടൂത്ത് വാച്ചാണ്. അല്ല, ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. അങ്ങനെ ടെൻഷൻ അല്ല. അല്ല, ഇവന്റെ കയ്യിലെ ബ്ലൂടൂത്ത് വാച്ചാണ്. ആക്ച്വലി ഇവൻ ഫോൺ വന്ന സമയത്ത് നമ്മളെ കഥ ഞാൻ മാറ്റണം. കഥ ഒരു കാരണവശാലും മാറ്റാൻ എനിക്ക് മാത്രം അനുവാദമുള്ളൂ. കഥ എങ്ങനെ മാറ്റും? കഥ മാറ്റാൻ പറ്റും. ശരി, ഓക്കെ, സത്യമായിട്ട് പറയാം. ഇവ ഭയങ്കര ബുദ്ധിമാനാണ്. ഇവന്റെ ബുദ്ധി വളർച്ചയുടെ ഒരു വലിയ കാര്യം ഞാൻ പറഞ്ഞു. ഇവൻ ഈ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഇവൻ ഈ മറ്റേ ഫോണിൽ കോൾ എടുത്തുകൊണ്ട് ബാത്റൂമിനകത്ത് പോകും. ലൊക്കേഷനിൽ എവിടെ ആയിക്കോട്ടെ ഇവൻ പോകും. ഇവന്റെ ഈ ഫോൺ വെളിയിലിരിക്കുക. ഇവൻ സംസാരിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് വെളിയിരുന്ന് കേൾക്കാം. പക്ഷെ തിരിച്ചു വരുമ്പോഴാണ് കോമഡി. തിരിച്ചു വരുമ്പോഴാണ് കോമഡി. നമ്മൾ ഈ മൊബൈലിൽ ഈ വാച്ചിൽ കണ്ട നമ്പർ അവന്റെ ഫോണിലേ കാണിച്ചു. ഫോണിനകത്ത് കാണില്ല. അത് ബുദ്ധിയുടെ വേറെ ലെവലാണ്. അവൻ ഡിലീറ്റ് ചെയ്യും ചേട്ടാ. അല്ല, ഇപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായല്ലോ. സാംസങ്ങിന്റെ പറഞ്ഞ കഥ സത്യമാണെങ്കിൽ കൂടി പറഞ്ഞ കഥ സത്യമാണ്. പക്ഷെ കഥാപാത്രങ്ങൾ ഞാനല്ല. അവൻ അറിയാം ആരാണ് ആ കഥാപാത്രം. എന്താണ് യഥാർത്ഥത്തിൽ കേട്ടിരിക്കുന്നത്? ഇല്ല, ഒന്നും ഇല്ലേട്ടാ, ഞാൻ പറഞ്ഞു സംഭവം എന്താ ഞാൻ പറയാം. അവന് പറയാനൊരു മടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാം. എന്റെ വൈഫ് വീട്ടിൽ വെച്ചിട്ട് എന്റെ ഫോൺ എടുത്ത് നോക്കി. അപ്പോൾ എന്താ പറയുന്നത്, എന്റെ ഫോണല്ല, ഞാൻ ഫോൺ കൊണ്ട് പുറത്ത് പോയ സമയത്ത് ഇവള് വാച്ച് എടുത്ത് വെച്ചിട്ട് വാച്ച് വന്ന് കുറെ അതൊരു അതിശക്തിയായിട്ട് എന്റെ വൈഫ് ഇങ്ങനെ കോമൺലി സംസാരിച്ചപ്പോ ഇവനോടൊന്ന് പറഞ്ഞ. പിന്നെ ഭയങ്കര ബുദ്ധിമാൻ അങ്ങേര് ഫോൺ കൊണ്ടുപോകും. ലാഘവത്തോടെ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇവൻ അത് ബൂസ്റ്റ് ചെയ്തിന് ലൊക്കേഷനിൽ അറിയാൻ ഒരു മനുഷ്യനില്ല. വൈഫ് എടുത്തിട്ട് കോഴ്സ് നോക്കിയപ്പോ ഈ വാച്ചിനകത്ത് എപ്പോഴും അപ്ഡേറ്റ് ആവണമെന്നില്ല. ഇതിനകത്തെ കോഴ്സ് അല്ല, ഇതിനകത്ത് എപ്പോഴും അപ്ഡേറ്റ് ആവണമെന്നില്ല. അപ്പൊ കേൾക്കത്തൊന്നുമില്ല. പക്ഷേ എന്റെ വൈഫിനെ പറ്റി എന്റെ വൈഫ് അങ്ങനെ ഒരു സ്വഭാവക്കാരിയല്ല. അവൾ എന്റെ കോഴ്സ് ഒന്നും ഒളിഞ്ഞ് കേൾക്കാറൊന്നുമില്ല. ഇതിനകത്ത് കോഴ്സ് കേൾക്കത്തില്ലല്ലോ. ഇത് സാംസങ് വാച്ച് 4 ആണ്. സംസാരിക്കാൻ പറ്റും. ഇതിനകത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇത് കേൾക്കാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ എന്റെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ സൈമൾട്ടേനിയസ്ലി ഇതിനും കൂടെ കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഒരു എന്റെ ബുദ്ധിയുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഇവനോടൊന്ന് പറഞ്ഞു പോയി. പക്ഷെ ആരും വിളിച്ചില്ലെന്നേ. എന്റെ വൈഫ് ഇങ്ങനെ സംസാരിച്ചു കൊടുത്ത് ഇവനോടൊന്ന് പറഞ്ഞു പോയി. ഇവനെ ഭയങ്കര ബുദ്ധിമാനാ, വാച്ചിൽ കാണുന്ന കോഴ്സ് ഒന്നും ഇത് കാണില്ല. എന്റെ പൊന്നെ, ഇവൻ ആ കഥ ഇവന് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ നല്ലതാ കേട്ടോ. ചില സമയത്ത് ഇത് അപ്ഡേറ്റ് ആവില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ പുറത്തുനിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നിങ്ങൾ അങ്ങനെ എന്ത് ഊള ചോദ്യം ചോദിക്കണം, ഡിലീറ്റ് ചെയ്യാൻ എത്ര സമയം? അപ്പൊ അത് ഇവൻ ഈ കഥയാക്കി ഇനി പറയാനൊരു മനുഷ്യരില്ലെന്നറിയോ. ലൊക്കേഷനിലൊക്കെ ചെയ്ത് അത് ഒരു ശകല സത്യം. ബാക്കി ഇവൻ അതിനകത്ത് ഏറെ കയറ്റി അതിനെ വീർപ്പിച്ച് ലൊക്കേഷനൊക്കെ ചെന്ന് കഴിഞ്ഞുണ്ടല്ലോ. പിന്നെ ഞാനിവിടെ നിന്ന് കൊടുക്കും, ചിരിക്കട്ടെ, നമുക്ക് സന്തോഷം എല്ലാവർക്കും കൊടുക്കണമല്ലോ. അപ്പൊ നമ്മൾ അതിനകത്ത് സന്തോഷിക്കാൻ ഒരു കാരണമാണെങ്കിൽ നമ്മൾ നിന്ന് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ നിന്ന് ഞാനിവിടെ ഞാനും കൂടെ കൂടെ നിന്നെങ്കിൽ ചിരിച്ചു കൊടുക്കും. നിങ്ങൾ ഈ എങ്ങനെയാ ലൊക്കേഷനൊക്കെ എങ്ങനെ? ഇപ്പം
പഞ്ചാഗ്നി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മറ്റേത് മാറി, ഏഷ്യാനെറ്റ് മാറി ഇതിനകത്തോട്ട് ഏഷ്യനിൽ മാറിയിട്ടില്ല. എങ്കിലും കൂടുതലായിട്ട് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് പറയുന്നത്? ലൊക്കേഷൻ ഇപ്പൊ ഇവിടെ ലൊക്കേഷൻ ഞങ്ങൾ ഭയങ്കര സീരിയസ് ആണ്. കൂടുതലാണ് ലൊക്കേഷൻ. ഞങ്ങൾ ഭയങ്കര സീരിയസ് ആണ്. ഞങ്ങളുടെ അടുത്ത് എല്ലാവരും ഇരിക്കുള്ളൂ, എല്ലാവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങൾ ചെല്ലുമ്പോഴാണ് ശരിക്കും സെറ്റിൽ ഒരു ഓളമാകുന്നത്. അത് ഞങ്ങൾ പറയുന്നതല്ല, പലരും പറഞ്ഞു കേട്ടുള്ള കമന്റ്സ് ആണ്. അല്ല, ആ ഓളം അല്ല, ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു വൈബാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്തെങ്കിലും പറയുക, തമാശ പറയാം, അത് കേട്ട് ചിരിക്കാനും. പക്ഷെ പാവട്ടോ, നമ്മളൊരു സ്ഥിരം ഇരയാവുന്ന ഒരാളുണ്ടായിരുന്നു. മറ്റേ കേസോട് പറയല്ലേ, ഞങ്ങളൊരു ദിവസം രാവിലെ ഷൂട്ടിൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഇതോ തമാശ, ഇവനെ കുറിച്ചുള്ള ഇവൻ്റെ ഏതോ കഥയാണ് പറഞ്ഞ് അങ്ങ് ചിരിക്കുക. എല്ലാവരും കൂടെ ചിരിച്ചു. ഇപ്പം രാവിലെ ചിരിച്ച സമയത്ത് സാർ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, അതാരാ അവിടെ നിന്ന് പോലെ ഉണ്ടാക്കുന്നത് സാർ ചോദിക്കുക. അപ്പൊ ഞങ്ങൾ സൈലന്റ് ആയി. ഞങ്ങൾ ഈ ഫ്രെയിമിലേ ഇല്ല, ഞങ്ങൾ സൈലന്റ് ആയി. അല്ല, ഈ ഇരുന്നിടത്തൊന്നും ഞങ്ങൾ അപ്പം തന്നെ എണീറ്റ് പോയി ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴും സാർ വരുമ്പോൾ ഞങ്ങൾ സാർ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ മര്യാദയിരിക്കുക. പക്ഷെ ഞങ്ങളാണ് ഈ പ്രശ്നം മൊത്തം. ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂളിലൊക്കെ സംഭവിക്കില്ല, കോളേജിലെ സ്കൂളിലൊക്കെ സംഭവിക്കില്ല. അതേപോലെയാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. അത് കഴിഞ്ഞ് രാത്രി ഒരു സീൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പുറത്ത് അപ്പോൾ ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ആ ഫ്രെയിമിൽ ഞങ്ങളില്ല, ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ പുറത്ത് ഭയങ്കര സംസാരം. കഷ്ടകാലത്തിന് ആ ഒരു ചേട്ടനാണ് രാവിലെ തൊട്ട് നീയൊക്കെ രാവിലെ തുടങ്ങിയത് ഞങ്ങളാണ്. പക്ഷെ തുടങ്ങിയ ആൾക്കാർ ഫ്രെയിമിന്റെ ഫ്രണ്ടിലും ആ സമയത്ത് ആ മനുഷ്യൻ എന്തിനത്, ആ മനുഷ്യൻ ശരിക്കും സംസാരിച്ചിട്ടില്ല, വേറെ ആരോ സംസാരിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. സിനിമയിലെ കണ്ടിട്ടില്ലേ, അച്ഛൻ ഓടി വരുമ്പോൾ തിയേറ്റർ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. നിങ്ങളുടെ സെപ്പറേറ്റ് എടുത്തതിനെക്കാട്ടിലും നല്ല ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് അന്നേ ഞങ്ങൾ പറഞ്ഞല്ലേ, അന്ന് കണ്ടന്റ് കിട്ടത്തില്ല, അന്ന് നീ സെന്റിമെന്റ്സ് അടിക്കത്തില്ല. കട്ട വന്നതും പെയിന്റ് അടിച്ചാൽ വരുമോ? അത് ശരിയാണ്, വരത്തില്ലല്ലോ. നീ ഇവിടെ കട്ട വന്ന കഥ പറ. ഞാനങ്ങനെ കട്ട ചുമന്നിട്ടില്ല. വേണമെങ്കിൽ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കുറെ കട്ട ഞാൻ ചുമക്കും. ചുമക്കരുതാ, അടൂരൊക്കെ അറിയാന്നുള്ള ഒരുപാട് ഇത് കാണും. അത് സാരമില്ല, അവർക്കൊക്കെ എന്നെ അറിയാം. അവര് പറയും കട്ട എവിടെ ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ടാണ്. അതെ, അങ്ങനെയാണ് ജനിച്ചത്. ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ടാ. പിന്നെ പൊന്നെ ചേട്ടാ, ഫിനാൻഷ്യലി സൗണ്ട് ഒന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ജീവിച്ച് ഈ പറഞ്ഞ അവനോട് ഒത്തിരി ഞാൻ കഷ്ടപ്പാടൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും ഞാൻ അന്ന് പറഞ്ഞത് ഇന്റർവ്യൂവിൽ എൻ്റെ ഫാദറിന് ഡ്രൈവിംഗ് സ്കൂളാണ്. പിന്നെ അല്ല, ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പാട് പറയാൻ വേണ്ടി പറഞ്ഞൊന്നും എൻ്റെ അല്ല പൊന്നളിയാ. അതിലേക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ പേര് കേട്ടപ്പോ ഓ അങ്ങനെ പെട്ടെന്ന് കേട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ, നോർമൽ ഒരു സിനിമ, നോർമൽ സിനിമ അറിയില്ല. അല്ല, ആ പ്രായത്തിലാ കണ്ടത്. അല്ല, നായികരാൻ തിരിച്ചറിയാൻ പോലും പ്രായമില്ലാത്ത പ്രായത്തിലാണ് അവൻ കണ്ടത്, പോയി കണ്ടത്. അതെ അതെ, ഓക്കെ. അപ്പോൾ നമ്മളപ്പം എന്താ പറയുക, പഠിച്ചു കഴിഞ്ഞ ആ സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മളും പിന്നെ അതിന്റെ കൂടെ ആ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങായിരുന്നു, അച്ഛൻ്റെ കൂടെ സഹായിക്കാൻ. 18 വയസ്സ് +2 കഴിഞ്ഞിട്ട് അതിന് മുമ്പ് സഹായിക്കാൻ, അതിന് മുമ്പും പോയിരുന്നു. ലൈസൻസ് ഇല്ലാത്തപ്പോഴും നമ്മൾ ഗ്രൗണ്ടിൽ പോയി ഹെൽപ്പ് ചെയ്യാൻ, അതിനൊക്കെ 2 വീലർ എടുത്ത് കൊടുക്കാൻ, അങ്ങനെയുള്ളതിനൊക്കെ പോകുമായിരുന്നു. അതിനുശേഷം ജോലിക്ക് മുതലേ പുള്ളിക്കാരൻ വണ്ടി ഓടിക്കും അല്ലേ? ഇതിന്റെ ഒരു ഭയങ്കരപ്പെട്ട ഒരു സംഭവം. ഞാനൊരു ദിവസം എന്റെ വൈഫുമായിട്ട് മലപ്പുറത്ത് പോയിട്ട് വരിക. നീ പേടിക്കണ്ടാ, അവന്റെ പല കഥകളിലും പ്ലസ് പോയിന്റ് ഇതാണ്. ഇവര് പറഞ്ഞിട്ട് നമ്മളൊരു ഭീഷണിപ്പെടുത്തും. അപ്പൊ ഇതെന്താണ് മനസ്സിലാവും, നമ്മളൊന്നും ചിരിക്കും. അപ്പൊ അപ്പോഴത്തേക്ക് അവൻ അതിൽ പിടിച്ചു. ഞാനൊരു ദിവസം എന്റെ പൊന്നു ചേട്ടാ ഈ മലപ്പുറത്തിന്റെ വൈഫിന്റെ വീട്ടിൽ ഇത് ഭയങ്കര കഥയുണ്ടോ പറഞ്ഞ സമയത്ത് വെച്ചിട്ട് ഞാൻ വിളിക്കാടാ, നീ എവിടെയാ? ഞാൻ വീട്ടിലാ. എന്താണ് അവിടെ എന്ന് നിങ്ങൾ ചോദിക്കാറുള്ളത്. ഞാൻ വീട്ടിലാടാന്ന് ചോദിച്ചു. എവിടെ? തൃശ്ശൂരാ? അല്ലല്ല, തിരുവനന്തപുരത്ത്. ഞാൻ തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഞാൻ ഒരുമിച്ചാ പോയെ. ശരിയടാന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, അടൂരത്തേക്ക് വൈഫും അമ്മും കുഞ്ഞും വീട്ടിലുണ്ട്, നീ പോയി കണ്ടിട്ട് വന്നു പറഞ്ഞു. നീ ഉണ്ടല്ലോ, വൈഫും ഉണ്ടല്ലോ, പോയി കണ്ടിട്ട് വാ. ഓ, ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ കയറുന്നൊന്നുമില്ല.
ഇവൻ ആ സമയത്ത് കൊട്ടാരക്കര നിൽക്കും. കണ്ടത് ഞാൻ കണ്ടു കേട്ടോ. കാരണം ഇവന്റെ കാറിന്റെ ഇവന്റെ കാറിന്റെ ആ ഒരു ബോണറ്റിന്റെ അടിയിൽ ഒരു ചെറിയൊരു ഫ്ലാപ്പ് പൊട്ടി. ഇതാണ് കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രാവൽ ചെയ്താൽ കൊട്ടാരക്കര എത്തില്ലേ? എത്തില്ലേ? ഞാൻ കൊട്ടാരക്കര എത്തിയടാ എന്ന് പറഞ്ഞപ്പോ ഇവന് വാക്യത്ത് എന്തായിരുന്നു? ഇവന് പറഞ്ഞില്ലായിരുന്നു ഞാൻ കൊട്ടാരക്കര നിൽക്കുവാടാ എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോഴും തിരുവനന്തപുരത്ത് അവൻ. ഇവൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ, അപ്പൊ ഞാൻ ഇവന്റെ കാറ് കണ്ടു, പക്ഷെ നമ്പർ ശ്രദ്ധിച്ചില്ല. ഒരു കാറുണ്ട് ഇവന്റെ ഒരു കാറിന്റെ ഒരു പ്രത്യേകത, ഒരു ഭാഗം പൊട്ടിയിരിക്കുക അടിവശം. അപ്പൊ അത് കണ്ടു ഞാൻ. അപ്പൊ ഞാൻ എന്നിട്ട് ഇവൻ തിരുവനന്തപുരത്തല്ലേ വിളിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ വന്നവൻ പറയാ, നിന്നെ ഞാൻ കണ്ടു, നീ പോകുന്നു ഞാൻ കണ്ടു. ഇവൻ ഞാൻ അവന് കണ്ടായിരുന്നു അവനാണോ എന്ന് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. ആ കഥ വേറെ. അവൻ ലൊക്കേഷനിൽ പോയി എന്നെ ഉണ്ടല്ലോ, എന്നെ എന്തുമാത്രം വൾഗറായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇവൻ നിങ്ങളെ വണ്ടി അല്ലെന്ന് പറഞ്ഞ് പോയി. നിങ്ങൾ അത് നിങ്ങളുടെ വണ്ടിയാന്ന് പറഞ്ഞ അടിച്ചേൽപ്പിച്ച് ചോദിച്ചാൽ തെറ്റുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പല ടെൻഷനിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നു, പല കാര്യങ്ങൾ ആലോചിച്ച് വരുന്നു. ആ ടെൻഷൻ എവിടെടാ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു, എത്താൻ കുറച്ച് ലേറ്റ് ആവും, നീ അടൂർ എത്തിയെങ്കിൽ ജസ്റ്റ് വീട്ടിൽ കയറിയിട്ട് പോകും. അയ്യോ അണ്ണാ, അത് ഒരുപാടുണ്ട് പറയാൻ. നിങ്ങൾക്ക് 2 എപ്പിസോഡ് എടുക്കണം.